ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആകാശം ഒരു അതിരല്ല, അതിന് മുകളിലേക്ക് ഉയരാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുന്ന രണ്ട് മഹത്തായ ആഘോഷങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും സ്വതന്ത്ര ഭാരതത്തിന്റെ 79ാം ജന്മദിനവും. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ വിരിച്ചുയർന്ന ഇന്ത്യ ഔപചാരികമായി ത്രിവർണ പതാക വാനിലുയർത്തി. അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ് ഇത് സാധ്യമായത്. അവർ ഏറെ പീഡനങ്ങൾ സഹിച്ചു, ജയിൽവാസം അനുഭവിച്ചു. എങ്കിലും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് നടന്ന സമര നേതാക്കൾ അവസാനം സ്വതന്ത്ര ഭാരതം എന്ന ആ വലിയ സ്വപ്നം നേടിയെടുത്തു. അതേ പ്രിയപ്പെട്ടവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറുദീസായിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായി ജനം പ്രത്യാശയോടെ കാത്തിരുന്നു. ആ നീതിസൂര്യനെ മനുഷ്യമക്കൾക്ക് നൽകാൻ ദൈവം തെരഞ്ഞെടുത്ത ഭൂമിയിലെ മാണിക്യമാണ് പരിശുദ്ധ മറിയം. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജോൺ ഓഫ് ഡമാസ്കസ് ഇപ്രകാരം പറഞ്ഞു വെച്ചു: അമലോത്ഭയായി ജനിച്ച് വിശുദ്ധയായി ജീവിച്ച് ദൈവപുത്രന് ജന്മം നൽകി വളർത്തി മരണം വരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ആ ശരീരത്തെ അഴുകിപ്പോകാൻ കർത്താവ് അനുവദിച്ചില്ല എന്ന്. പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിനമായി സഭ ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. 1950 നവംബർ 1 12ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ഈശോയോടുള്ള ആഴമായ ബന്ധമാണ് പരിശുദ്ധ അമ്മയെ നിർമ്മലയാക്കി സൂക്ഷിച്ചത്. നമുക്കും ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് പരിശുദ്ധ മറിയം ഉദ്ഘോഷിച്ചു. പ്രിയമുള്ളവരെ, എപ്പോഴാണ് പരിപൂർണമായ ഒരു ആനന്ദമുണ്ടാകുന്നത്? സംതൃപ്തമായ മനസ്സിലല്ലേ ആനന്ദമുണ്ടാവുക? ഇന്നലകളെയും ഇന്നിനെയും നാളെയെയും അറിയാവുന്ന ദൈവത്തിന്റെ പക്കലുള്ള വിശ്വാസം പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം സംതൃപ്തമാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ആഴമായ വിശ്വാസം സംതൃപ്തി ആനന്ദവും പ്രദാനം ചെയ്യുന്നു. കന്യാമറിയത്തിൽ വിളങ്ങിയിരുന്ന ഈ ബോധ്യങ്ങളെ നമുക്കും സ്വന്തമാക്കാം. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഭാരതാംബയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും സന്തോഷവും നന്മകളും ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.